ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ്. മേളിലേക്കാണ് മാർക്കറ്റ് പോകാൻ ഉള്ളൊരു ടെൻഡൻസി കാണിക്കുന്നത്. നമ്മളുടെ 940 ക്യാൻഡിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഫിബോയെ ഒന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്യാൻഡിൽ നമ്മളുടെ ഒരു ലൈനും ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ലൈനിനെ ഒന്ന് പ്രോപ്പറായിട്ട് ഡ്രോ ചെയ്യാൻ. എന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് എങ്ങനെ റിജക്ഷൻ കാണിക്കുന്നു. അപ്പം ഇന്ന് എൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസ് വന്നതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, നമുക്ക് ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ബൈ സൈഡ് എൻട്രി എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, നമ്മളുടെ ക്യാൻഡിലിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, എൻട്രി എടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ലൈനിനെ അത്യാവശ്യം ബ്രേക്കും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാമെന്നുള്ളതേ ഉള്ളൂ. എടുത്ത ഉടനെ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടി ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ ജസ്റ്റ് മേളിൽ നിൽക്കും. ഓക്കെ, നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്ന ക്യാൻഡിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് അത്യാവശ്യം മേളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നോക്കേണ്ടി വരുമായിരുന്നു. അപ്പം ഏകദേശം കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഏതായാലും നോക്കാം. ഇവിടുന്നൊരു മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ അത്യാവശ്യം ഒരു ക്വിക്ക് മൊമെൻറ്റം കിട്ടണം. അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തോട്ട് നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഫോളായിരിക്കും. ഫോളെന്ന് വെച്ചാൽ മാർക്കറ്റ് മേളിലേക്ക് പോകുന്നതിന് മുന്നേ താഴോട്ട് വന്ന് താഴത്തുള്ള സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം പിന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റവും കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും റെഡിയായി ഇരിക്കണം. അത് മാത്രമേ ഉള്ളൂ. ഇനി ഇതാണ് വളരെ കൂളായിട്ട് ട്രേഡിനെ ഹാൻഡിൽ ചെയ്യുക. ട്രേഡ് എടുത്തതിന് ശേഷം അയ്യോ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് എക്സിറ്റ് ചെയ്യാതിരിക്കുക. പ്രോപ്പർ നമ്മളുടെ സെറ്റപ്പ് ഫോം ചെയ്തതിന് മാത്രം ട്രേഡ് എടുക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ ആവും. ഇപ്പോഴും മാർക്കറ്റ് നമ്മുടെ ലൈനിൻ്റെ താഴത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2000-2000 അടുപ്പിച്ചുള്ളൊരു ലോസ് കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ലോസ് ആവുകയാണെങ്കിൽ 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3000 പ്ലസിൻ്റെ ഒരു ലോസ് ആയിരിക്കും. ലോസ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം തിരിച്ച് മേളിലേക്ക് പോയി നമ്മുടെ ടാർഗറ്റും തരാറുണ്ട്. അപ്പം നമ്മൾ എന്താണെങ്കിലും പക്ഷേ മേളിലോട്ട് പോകും എന്നുള്ളൊരു കൺവിക്ഷൻ ഉണ്ട് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. CPRനെ പ്ലോട്ട് ചെയ്താലും കാണാൻ പറ്റും. R1നെ R2നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് പേര് എൻട്രി എടുക്കാനും ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എൻട്രി എടുത്തവരെ കളഞ്ഞിച്ച് നോക്കാം. ഏതായാലും കളഞ്ഞതിന് ശേഷം മേളിലോട്ട് വരാനുമുള്ള ചാൻസസ് ഉണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളുടെ ലൈനിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യണമെന്നൊന്ന് നോക്കിയേ. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, റിസ്ക് എടുക്കണ്ട. കാരണം പെട്ടെന്ന് എങ്ങാനും താഴത്തേക്ക് വീണാലേ നല്ല മൊമെൻറ്റം താഴോട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ ലോസിനേക്കാളും വലിയ ലോസ് ബെയർ ചെയ്യേണ്ടി വരും. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് കൊടുത്തിടാം. ട്രേഡേഴ്സ്, ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 143.50 നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ടാർഗറ്റ് കൊടുത്തിടാം. നല്ലൊരു മൊമെൻറ്റം വല്ലതും കിട്ടിക്കഴിഞ്ഞാലേ ഒരു 2000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടാർഗറ്റ് കൊടുക്കാം. ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ഏതായാലും ഞാൻ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ
50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് 194. ഇപ്പം മാർക്കറ്റ് 164 അടുപ്പിച്ചാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. പക്ഷേ R3യുടെ ഒരു റെസിസ്റ്റൻസ് മേളിലുണ്ട്. അവിടെ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കണം. അവിടെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു റിജക്ഷനോ വല്ലതും വരുവാണെങ്കിൽ കോസ്റ്റിലെങ്ങാനും കൊണ്ട് വെച്ച് എക്സിറ്റ് ചെയ്യേണ്ടി വരും. കാരണം പിന്നല്ലെങ്കിൽ ഒരു താഴത്തോട്ട് കണ്ടോ വീണ്ടും തിരിച്ച് കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഏതായാലും നമ്മളുടെ ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ഇനി നെഗറ്റീവിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാം. ഇപ്പോൾ ഏതായാലും ഞാൻ ടാർഗറ്റ് കൊടുത്തിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡേഴ്സ് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈനെ അത്യാവശ്യം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു 1000+ ഒരു ലോസും കൂടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാമെന്ന്. അപ്പം സ്റ്റോപ്പ് ലോസ് ആകുമ്പോഴത്തേക്കും 106ഉം ട്രിഗർ പ്രൈസ് വന്നിട്ട് 107. ഓക്കെ, അപ്പം 106ഉം 107ഉം കൊടുത്തിട്ടുണ്ട്. ഒരു 3000+ ലോസ് ആണെങ്കിൽ നമ്മൾ അവിടുന്ന് തന്നെ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്ത് ഇന്നത്തെ ട്രേഡ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കൂടി എടുക്കാം എന്ന് വിചാരിക്കുന്നു. കണ്ടോ, എക്സാക്ട്ലി R3യുടെ റെസിസ്റ്റൻസിൻ്റെ ഏരിയ വന്നിട്ടാണ് മാർക്കറ്റ് കണ്ടോ ഒരു റിവേഴ്സൽ എടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മേളിലാണ്, അതിൻ്റെയും ഒരുപാട് മേളിലാണ് നമ്മളുടെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ ഡ്രോ ചെയ്ത് വച്ചേക്കുന്ന ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എടുത്ത് കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. പിന്നെ ഒരു സീറോ റിസ്ക് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറാം. കാരണം അവിടുന്ന് ഒരു റിവേഴ്സലോ വല്ലതും തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിജക്ഷൻ ആയിരിക്കും. ഈ ഒരു ലൈനാണ്. ഈ ലൈനെ ക്രോസ് ചെയ്യുമോ നോക്കാം. ഈ ലൈനെ ക്രോസ് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചെറിയൊരു പ്രോഫിറ്റിൽ ആണ് റൺ ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല. അവിടെ നിന്ന് എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ അവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കണമുണ്ടോ. അപ്പോൾ നമ്മൾ വരച്ചിരുന്ന ലൈൻ ഇതിപ്പോൾ ആരും വരച്ചല്ല, നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി നമ്മൾ ഡ്രോ ചെയ്ത് വച്ചിരുന്ന ഒരു ലൈനാണ്. ആ ലൈനിനെ മാർക്കറ്റ് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടോ. അപ്പം വിജയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് ഹാർഡ് വർക്ക് വേണം, മനസ്സ് വേണം എന്നേ ഉള്ളൂ. നോക്കാം ഏതായാലും. അപ്പം ഏതായാലും ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, ക്യാൻഡിലിൻ്റെ ക്ലോസ് നമ്മൾ ഡ്രോ ചെയ്ത ലൈനിൻ്റെ താഴത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു 2000+ ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോവാം. പക്ഷേ പ്രോപ്പർ ടാർഗറ്റിൻ്റെ അല്ല,
എനിക്കിപ്പോഴും നല്ല കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മേളിലേക്ക് പോകും തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 2000 ആണെങ്കിലും നമുക്ക് അത്രയും ഒരു കൺവിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോവാം നിർത്തിയിട്ട്. പക്ഷേ ഞാനിപ്പോഴും സ്ട്രോങ്ലി ബിലീവ്സ് മാർക്കറ്റ് ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് പോകാനാണ് ചാൻസ്. ഈവൻ R1-നെയും R2-നെയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ സെല്ല് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഈ R3-യുടെ അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് മേളിലായിരിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ഒരു 2000-ൻ്റെ ലോസ് റൺ ചെയ്യണ്ട. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, നമ്മൾ ഏകദേശം ഒരു 1 hour-ആയി മാർക്കറ്റിൽ. 1 hour-ആയിട്ടും നിങ്ങൾ ആ ക്യാൻഡിൽസ് നോക്കിയാൽ കാണാൻ പറ്റും. 1 hour-ആയിട്ട് മാർക്കറ്റ് അപ്പ് സൈഡ് പോകുന്നു, ഡൗൺ സൈഡ് വരുന്നു. പക്ഷേ പ്രീമിയത്തിലൊന്നും വലിയൊരു ഹൈപ്പ് ഉണ്ടാകുന്നില്ല. ഇപ്പം അത്രയും മേളിൽ പോയിട്ട് നമ്മളുടെ കോസ്റ്റിൽ റൺ ചെയ്യുന്ന പോലെയാണ് ഏകദേശം. കാരണം ടൈമിങ്ങിൻ്റെ DK വരുന്നതുകൊണ്ടാണ്. ആ ടൈം DK ഉള്ളതുകൊണ്ട് ഇപ്പം ഇത്രയും അപ്പ് സൈഡ് പോയിട്ടും നമ്മൾ ഇപ്പോഴും സ്റ്റിൽ ആ പ്രീമിയത്തിൻ്റെ ഇത് വെച്ചിട്ട് നമ്മളിപ്പോഴും നമ്മുടെ കോസ്റ്റിൽ തന്നെയാണ്. മാർക്കറ്റ് ഇത്രയും മൂവ് ചെയ്തിട്ടേ നമ്മളിപ്പോഴും നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. എത്ര സമയമായി കണ്ടോ, ഒരു സിക്സാക്ട് മൊമെൻറ്റമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, 9:45 നമ്മൾ ട്രേഡ് എടുത്ത് ഇപ്പോൾ 10:38 അപ്പം ഏകദേശം ഒരു 1 hour-ആയി. അപ്പം ഇനി ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ടൊരു മൊമെൻറ്റം ജസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഒരു ഹെവി ലോസ് കാണിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെ എന്ന് പറയുമ്പോൾ ഒരു 100-200 റുപ്പീസോ വല്ലതും നമ്മളുടെ കോസ്റ്റിനെ ബെയർ ചെയ്യാനുള്ളത്, നമ്മുടെ ബ്രോക്കറേജിനെയൊക്കെ ബെയർ ചെയ്യാനുള്ള ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക എന്ന് വെച്ചാൽ കോസ്റ്റിൽ തന്നെ ഇറങ്ങുക എന്നുള്ളത്. 144ഉം 145 ട്രിഗർ പ്രൈസും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം താഴത്തോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ ഒരു 100-200 അല്ലെങ്കിൽ 300 റുപ്പീസോ വല്ലതും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ കോസ്റ്റിൽ തന്നെ ഇറങ്ങുക എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ ഇനി താഴോട്ടൊരു ഡിപ്പ് മാർക്കറ്റ് ചെയ്താൽ നമുക്ക് ഹെവി ലോസ് കാണിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് സമയമായി നമ്മൾ മാർക്കറ്റിൽ ഒരു ഓപ്ഷൻ ബയർ നമുക്കൊരു മൊമെൻറ്റമാണ് വേണ്ടത്. ആ മൊമെൻറ്റം കിട്ടുക എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്ത് 5-10 അരമണിക്കൂർ മാക്സിമം അരമണിക്കൂറിനുള്ളിലൊക്കെ കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ടൈം DK ഉണ്ടാകുന്നതിനനുസരിച്ച് അത്രയും ഹെവി ലോസ് നമുക്ക് വരും. അപ്പം ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പം മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിലും നമ്മൾ ഇത്രയും ലോസ് കൊടുക്കുന്നില്ല. നമ്മളുടെ ലോസ് വളരെ ലിമിറ്റഡാണ്. ലോസ് വളരെ ലിമിറ്റഡ് എന്നല്ല, ലോസേ ഇല്ല. കാരണം നമ്മൾ കോസ്റ്റിൽ തന്നെ കൊണ്ട് വച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രോക്കറേജും കൂടെ കവറേജ് ചെയ്യുന്ന രീതി 10-300 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ആ ബ്രോക്കറേജ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ട്രേഡിൽ നിന്ന് ഇറങ്ങിയാൽ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസിനെ എടുത്ത് നമ്മളുടെ കോസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ 0 ലോസ്. മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു 1000 അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഓക്കെ, നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ്. ഞാൻ പ്രോഫിറ്റും എത്രയാണെന്ന് നോക്കിയിട്ടില്ല. അവിടെ ഈ ക്യാൻഡിൽ ഇപ്പോൾ ഫോം ചെയ്യുന്ന ഈ വാവ് ബ്യൂട്ടിഫുൾ. ഇവിടെ വല്ല റിജക്ഷനും ഓക്കെ, ജസ്റ്റ് റിജക്ഷൻ കാണിച്ചു കൊടുത്ത് ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 15,000-ൻ്റെ പ്രോഫിറ്റ് ഇന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് നിങ്ങൾ കണ്ടതാണ്. ഇത്രയും നേരം മാർക്കറ്റ് നമ്മളെ ഇരുത്തി കരയിച്ചെങ്കിലും ലാസ്റ്റ് ഒരു നല്ല പ്രോഫിറ്റ് നമ്മൾ 194-ൽ ബുക്ക് ചെയ്യാനിരുന്നതാണ്. ഇപ്പോൾ 1 hour-ആയി നമുക്ക് 290 ഒരു 4 ടൈംസ് അല്ലേ, 3 ടൈംസോളം നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് തന്നിട്ടുണ്ട് മാർക്കറ്റ് ഇത്രയും നേരം ഇരുത്തിയെങ്കിലും. സോ അപ്പോൾ ഇന്ന് ഓവറോൾ ഒരു 5,000-ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ അതൊരു 15,000 കിട്ടിയിട്ടുണ്ട്. ഏതായാലും ആ ഒരൊറ്റ ക്യാൻഡിൽ തന്നെയാണ് നമുക്ക് ഇത്രയും. ഞാൻ ആ ക്യാൻഡിൽ നമ്മളുടെ ടാർഗറ്റ് എത്തിയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തില്ലായിരുന്നു. കാരണം അത്രയും വലിയൊരു ബുള്ളിഷ് മൊമെൻറ്റം ആയിരുന്നു. പിന്നെ ഇവിടെ റിജക്ഷൻ കാണിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തത്. ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു 200 പോയിൻറ്റ്സിൻ്റെ മിനിമം മൂവ്മെൻറ്റ് ആ ഒരൊറ്റ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ,
ഏതായാലും ഇനി ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, കാരണം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഇതായിരുന്നത്തെ ട്രേഡും അതിൻ്റെ ലോജിക്കും. ഇതാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത ഓവറോൾ പ്രോഫിറ്റ്. താങ്ക് യു, ബൈ.